ഹലോ ഗൈസ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പുറത്തേക്ക് പോകണം. എങ്ങോട്ടാന്നില്ലാത്തൊരു പോക്കാണ് നമ്മൾ പോകുന്നത്. ബാക്കി വിശേഷം നമുക്ക് വഴിയെ പറഞ്ഞുതരാം. ഓവർഷ ഇച്ചിരി കൂടുന്നുണ്ടല്ലേ? എന്നാൽ ഞാൻ നിർത്തി, ഞാൻ പോവാണേ. ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ഞങ്ങളുടെ ആദ്യത്തെ റൈഡാണ് കേട്ടോ അത്. ഞങ്ങൾ വണ്ടി എടുത്തതേ ശരിക്കും പറഞ്ഞാൽ റൈഡ് പോകാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇതുവരെ വണ്ടി എടുത്തിട്ട് മര്യാദയ്ക്കൊന്നും പോകാനായിട്ട് പറ്റിയില്ല. ചെറിയ ചെറിയ പോക്കുകളൊക്കെ പറ്റിയെന്നല്ലാണ്ട് വലിയ ഇതുപോലെ ലോങ് ആയിട്ടൊരു പോക്ക് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് റൈഡിങ് ആണ് ഈ വണ്ടി എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഞങ്ങൾ ഈ വീഡിയോയിൽ തന്നെ പറയാവുന്നതാണ്. പിന്നെ ഞങ്ങളുടെ കാര്യത്തിലൊന്നും നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചാൽ ഒന്നും നടക്കാത്ത സാഹചര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നത്. പെട്ടെന്ന് അപ്പം നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോണതാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും വിചാരിച്ചിട്ടില്ല ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു പോക്കാണ് പോയത്. എന്തായാലും തമിഴ്നാട് കടന്ന് കിട്ടാം, എന്നിട്ട് പോകാം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ഞങ്ങളുടെ പോക്ക് കേട്ടോ. കുറേ പോയി കഴിഞ്ഞപ്പോൾ തൃശ്ശൂരൊക്കെ ആ ഭാഗമൊക്കെ കടന്നു കഴിഞ്ഞാൽ വടക്കാഞ്ചേരി ആ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ശരി കാണാൻ തന്നെ ഉണ്ടെന്ന് പറയാം, നല്ല ഭംഗിയായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് മഴയുടെ കോളുകളൊക്കെ വന്നുകൊണ്ട് തന്നെ മേഘമൊക്കെ ഒന്ന് ചില സ്ഥലങ്ങളിൽ ഇരുളാതെ ഒക്കെ നിൽക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. കാണാൻ തന്നെ ഉണ്ടായിരുന്നു, എല്ലാം നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. എന്തായാലും ഞങ്ങളൊരു ഇപ്പം തന്നെ 80 കിലോമീറ്ററെങ്കിലും ഞങ്ങൾ കടന്നിട്ടുണ്ട്. ഞങ്ങൾ പയ്യെ പോയിട്ടാ ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണ് ഞാനും പുട്ടും അച്ഛയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ടൊന്നില്ലാത്തൊരു പോക്ക് അതാണിത്. ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ എത്രയും പെട്ടെന്ന് കേരളം കടക്കണം. കാരണം കേരളത്തിൽ മഴയുണ്ട്, തമിഴ്നാട്ടിൽ എന്താണോ മഴയുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് കേരളം കടന്നാൽ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്, കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടിൽ പോര്, പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ. പോക്കൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡോ മറ്റു കാര്യങ്ങളോ പുട്ടോന് വേണ്ടത് പോലും ഞങ്ങൾക്ക് കരുതിയിട്ടുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താവുന്ന ഒരു ഐഡിയ ഉണ്ടായില്ല. എങ്ങനെ പോയാലും എവിടേക്ക് പോയാലും ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചെത്തണം എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ മാത്രമാണ് ഈ പോക്ക് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വൺ ഡേ ട്രിപ്പാണ്. വൺ ഡേ ട്രിപ്പിൽ പോയി വന്നിരിക്കും എങ്ങനെ പോയാലും. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോണ പോക്കിൽ എവിടെ എത്തുന്നോ അവിടെ കണ്ട് കാണാനുള്ള സ്ഥലത്ത് തന്നെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ പോക്ക് കേട്ടോ. അതിനിടയിലാണെങ്കിലോ എൻ്റെ വക ഓവർ ഷോയും ഇടയിൽ ഞാൻ കയറ്റി വിടുന്നുണ്ടായിരുന്നു വീഡിയോയിൽ. അതിൻ്റെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പയ്യെ വീണ്ടും യാത്ര വെച്ചു. ഒട്ടും സ്റ്റോപ്പിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ, പോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയും ഞങ്ങൾ നിർത്തേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് പിന്നെ എവിടെയും നിർത്തേണ്ട ആവശ്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പയ്യെ അങ്ങനെയുള്ള പോയി. പുട്ടുവിനുള്ള ഫുഡും ഞങ്ങൾ കരുതി, അവനുള്ളതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളോ കരച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ യാത്ര തന്നെയായിരുന്നു. മുമ്പ് കുറേ വട്ടം ഇതുവഴി ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇതേവരെ ഞാൻ ഈ വഴി ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം ആ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഫീല് അതൊരു ഒന്നൊന്നര ഫീല് തന്നെയായിരുന്നു കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ പച്ചപ്പും ഹരിതാപകരവും എല്ലാം ചേർന്നൊരു ലോകം തന്നെയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കേരളം കടന്ന് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് എത്തി. ഞങ്ങളുടെ പോക്ക് എല്ലാം ഗൂഗിൾ അമ്മച്ചി പറയുന്ന പോലെയായിരുന്നു കേട്ടോ. ഗൂഗിൾ അമ്മച്ചി പറയുന്ന നേരെ പോകണത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നേരെ വഴിയൊന്നും കാണുന്നില്ല, അങ്ങോട്ട് കടക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല. കിട്ടിയ വഴി എന്ന് പറഞ്ഞാൽ സൈഡ് വഴിയായിരുന്നു. എന്നാൽ പിന്നെ അതിലെ ഒന്ന് പോയി നോക്കാം, ഭൂമി വരേണ്ടതാണല്ലോ, എവിടെയെങ്കിലുമൊക്കെ എത്തുമല്ലോ. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പിന്നെ ഉള്ള വഴിക്ക് പോയിട്ടോ. ഗൈസ്, ഞാൻ നിങ്ങളൊരു സീക്രട്ട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ ഒരു ഡെസ്റ്റിനിയിലാണ് നമ്മൾ പോയി ഇപ്പോൾ ഒന്ന് പഴുത്തൊരു ഷട്ടിൽ കാണാൻ പോകട്ടോ. റെസ്റ്റ് കൂടി നമ്മുടെ മുന്നിൽ നോക്കും. ഞങ്ങളുടെ റെസ്റ്റ് നേരെ ഇവിടെ നിൽക്കാണ്. അപ്പോൾ നമ്മൾ പോയി ഷട്ടിൽ ഇനി ഒരു 10 കിലോമീറ്റർ കൂടെ ഉള്ളവിടെ കേട്ടോ. ഹായ് പറ. സത്യം പറയാലോ, ശരിക്ക് പൊട്ടിയടിച്ചിട്ടോ, അത് മുഖത്ത് കാണാനുണ്ട്. നമ്മൾ ഓടി തളർന്നു. ഒരാളുടെ പകരം ലീലാവിദ്യയോട് നിങ്ങൾ കാണുന്നുണ്ട്.
എക്സ്ക്യൂസ് മീ ബ്രോ, കം അങ്ങോട്ട്. നീ വരുന്നില്ലേ? ഇന്ന് നമ്മ ഇങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ചിട്ടാ വന്നത്. അപ്പൊ നമ്മ പൈസ കയറാത്തോണ്ട് ഇഷയ്ക്ക് വന്നു. ഇന്ന് ഇഷയില് ലൈറ്റ് ഷോ ഉണ്ടാവില്ല കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് കേരളത്തിൽ മാത്രമേ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിച്ചിട്ടിട്ടുള്ളൂ എന്നാണ്. ഇപ്പം മനസ്സിലായി ലോകം മുഴുവനും റോഡ് പൊട്ടിപ്പൊളിച്ചിട്ടേക്കാന്ന്. കൊള്ളായിരുന്നു എന്തായാലും. ഒരു അന്തയെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉള്ള പോസൊക്കെ ഇട്ട് ഉള്ള ഷോ എല്ലാം ഇറക്കുന്നുണ്ട്. ഞാനവിടെ ഇരുന്നിട്ടാ ഷോ ഇറക്കിയിരുന്നപ്പോൾ ഞങ്ങൾ വഴി നോക്കാൻ മറന്നു പോയി. വഴി തെറ്റിയോന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ല കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് മോനും കട്ട സപ്പോർട്ട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ ഗൂഗിൾ അമ്മച്ചിയുടെ വാക്കുകൾ കേട്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്നില്ലാത്ത പോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോകുന്ന പോലെ അവസാനം തോട്ടിലോ പുഴയിലോ ഇറങ്ങുമോ എന്ന് ഒരു ഇതും പറയാൻ നമുക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെ എങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണം കേട്ടോ. അമ്മച്ചിയുടെ വാക്കും കേട്ട് പോവുകയാണേ, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവസാനം വല്ല കിണറിലോ അല്ലെങ്കിൽ സെമിത്തേരിയിലോ ഒക്കെ എത്തുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇവിടെ കുറേ കമ്പുകളൊക്കെ വന്നപ്പോൾ ഞാൻ ആദ്യം വെച്ച സെമിത്തേരി തന്നെയാണ് കേട്ടോ. പിന്നെ വെച്ച തമിഴ്നാട്ടിലെ ഇവിടെ സെമിത്തേരി ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോഴാണ് മനസ്സിലായത് അവിടെ അവരെന്തോ കൃഷി ഇറക്കിയതാണ്. എന്തുവാണോ എനിക്കറിഞ്ഞോട് മുളച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്താണോ ആ കൃഷി അതെനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങളുടെ പോക്ക് ഇനി ഏതാനും ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ. നിസ്സാര മീറ്ററുകൾ മാത്രമാണ് ഇനി കാണാനുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥലത്തുവേ. എനിക്കെന്തായാലും ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ നാട് പോലെ അല്ല ഇവിടെ. ഇവിടെ എല്ലാവർക്കും കൃഷിയോടും എല്ലാത്തിനോടും ആഗ്രഹമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. എവിടെ തിരിഞ്ഞാലും അടയ്ക്കാമര. ഈ അടയ്ക്കാമര എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന് ചിലപ്പോൾ വല്ല കൂടുതൽ വരുമാനം കിട്ടുന്നത് കൊണ്ടും ആവാം. എന്തായാലും നമ്മുടെ നാട്ടിൽ അടയ്ക്കാമരത്തോട് ആർക്കും ഇഷ്ടമില്ലെങ്കിലും തമിഴ്നാട്ടിൽ ഇനി നല്ല വരികയെന്ന് മനസ്സിലായി. ഓരോരോ യാത്രകളാണല്ലോ നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോരോ യാത്രകളിലും ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കുറേ വിവരക്കേട് വിളിച്ച് പറയും, കുറേ വിവരക്കേടുകൾ പഠിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ വരും. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനി എത്തി. ഇത് ഫ്രണ്ടാണോ ബാക്കാണോ എന്ന് ഒരു മനസ്സിലായിണ്ടായില്ല. അപ്പോഴാണ് പറഞ്ഞത് ഇത് ഫ്രണ്ട് ഏരിയ അല്ല ബാക്ക് ഏരിയ ആണ്. ഞങ്ങൾ ഇപ്പോൾ ഈശ ടെമ്പിളിലേക്ക് വരുന്ന രണ്ടാമത്തെ വട്ടം. പക്ഷേ ഇന്നേ വരെ ഞങ്ങൾക്ക് ഫ്രണ്ട് പോർഷനിൽ കൂടെ കയറാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. എപ്പോഴും ഞങ്ങൾ പിന്നെയും കൂടെ വന്ന് കയറുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞു. ഞങ്ങൾ അമ്മച്ചി എങ്ങനെയൊക്കെ പോയാലും പിന്നെയും കൂടെ കൊണ്ടുവരാൻ കറങ്ങി തിരിഞ്ഞ് അവസാനം ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടോ. ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറേണ്ടത്. ഇതാണ് നമ്മൾ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. ഞങ്ങൾ പിന്നെ പയ്യെ കുടുങ്ങി പോയോണ്ടേയിരിക്കുകയാണേ. ഉള്ളിൽ കയറും തോറും തണുപ്പായി തുടങ്ങായിരുന്നു കേട്ടോ. ഒരു പ്രത്യേകതരം തണുപ്പായിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് കയ്യിലൊന്നും കരുതാത്തത് കൊണ്ട് തന്നെ ആ തണുത്ത് വിറച്ച് തന്നെ പോകേണ്ടി വന്നു. ഫോൺ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ഭയങ്കരമായിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു കുടുക്കൊക്കെ ഉണ്ടാവും, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ ടാറൊന്നുമല്ല, അവരുടേതായ രീതികളൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങ് സമാധാനിച്ചു. പിന്നെ 8ൻ്റെ പണി എന്ന് പറഞ്ഞാലോ, ദാണ്ട നിൽക്കണം 2 സെക്യൂരിറ്റീസ്. അവരെന്നോട് ചോദിച്ചു പൈസ കൊടുക്കണമല്ലോ അവിടെ, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കിടക്കാനായിട്ട്. ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഒരു നിലയ്ക്ക് അയ്യോ ായിട്ട് ഇവിടെ വയ്ക്കണോ അപ്പുറത്ത് വയ്ക്കണോ ഇത് തന്നെയായിരുന്നു ചിന്ത. അവസാനം ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ട് സൈഡായിട്ട് ഞങ്ങളവിടെ കൊണ്ടുവച്ചു. കുട്ടപ്പൂര അതിന് മുമ്പേ തന്നെ ചാടാൻ നോക്കുമായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടിയാൽ മതി. എത്തിക്കഴിഞ്ഞെങ്കിൽ പിന്നെ ആൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. വണ്ടി സൈഡാക്കി പയ്യെ ഞങ്ങൾ നടന്നു തുടങ്ങി കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു, കാണാൻ നല്ല രസമാണ്. കുറേ മലകളുടെ ഇടയിൽ ഇത് കൊണ്ടുവച്ച പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. നമ്മളെ വേണ്ട ഇവർ രണ്ടിരുന്ന് നടക്കുമ്പോൾ എനിക്ക് ഒരു പാട്ട് ഓർമ്മയല്ലേ. എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിക്കേ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഡെസ്റ്റിനിയിലെത്തിരിക്കുകയാണ്. നമ്മുടെ കുട്ടീൻ്റെ ആന വന്നിട്ടുണ്ട്. ഇതിനെയാണ് ആന എന്ന് പറയുന്നത്. ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നമുക്ക് കണ്ടല്ലോ പശുവിനെ കണ്ടിട്ട് ആന എന്ന് പറയാണ് നമ്മൾ പോകണ്ട. അപ്പൊ നമുക്കിനി ആനയുടെ ബഡ്ജറ്റ് വേണ്ടി വരും. പശുവിന് വാങ്ങിച്ചു കൊടുത്തത്
അപ്പോൾ ഇനി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനയാണ് നമുക്ക് ഇനി ഉള്ളത് കേട്ടോ. നമ്മുടെ മോന് ആന ഉദ്ദേശിക്കുന്നത് പശുവിനെയാണ് നമുക്ക് ഇന്ന് മനസ്സിലായിരിക്കുകയാണ്. നമുക്ക് ഇനി അത് വാങ്ങിച്ചു കൊടുത്താൽ നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്ററൊക്കെ പോയി ഏതോ പിള്ളേരൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ വിളിച്ച് വലിക്കുന്നുണ്ട്. അവിടെ വരെ പോയി വീട്ടിലുള്ളതിനെ കൊണ്ട് ഇൻഡിക്കേറ്റർ കളയിലാണ്. അപ്പോഴാണ് പുറത്തുനിന്ന് അറിയണം. പുട്ടു അതൊന്നിട്ടാ പുട്ടു സേ പുട്ടു ഇതെന്താ ആന എന്നിട്ടത് ആന. ഒരുപാട് നേരത്തെ യാത്ര കൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും വിശന്നു തുടങ്ങി കേട്ടോ. പിന്നെ തമിഴ്നാട്ടിലെത്തിയ കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്തിട്ട് വാങ്ങണ്ടേന്ന് അറിഞ്ഞൂടാ. അവരുടെ ഏതാ നന്നായിരിക്കാന്ന് ചോദിച്ചാൽ നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കറിയാവുന്ന ഒരു സാധനം തന്നെ പറഞ്ഞു. നമുക്കും അറിയാം എന്നാൽ അവർക്കും അറിയാവുന്ന ഒരു സാധനം ഞങ്ങൾ നോക്കി പറഞ്ഞു. പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ നോക്കിയില്ല കേട്ടോ. കാരണം പുട്ടുവിനും കൂടി കൊടുക്കേണ്ട ഫുഡാണ്. അതുകൊണ്ട് നമ്മൾ വലിയ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല. ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഓണം പോലെ എന്നുള്ള രീതിക്ക് നമ്മളത് കഴിച്ച് പയ്യെ വീണ്ടും ഞങ്ങൾ നടന്നു തുടങ്ങി. പുട്ടു എന്നിട്ടാ എനിക്ക് നല്ല സംശയമുണ്ട്, ഇത് പശുവാണോ അതോ കാളയാണോ എന്ന്. സത്യമായിട്ടും എനിക്ക് പശുവിനെയും കാളേനെയും കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവൊന്നും എനിക്കില്ല. എന്തായാലും ഇതിനെ കണ്ടിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പുട്ടപ്പനെ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറ്റിക്കേണ്ട വന്നില്ല. കാരണം അവനെ ഓൾറെഡി അത് ആനയായിട്ട് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമുക്കൊന്നും പറഞ്ഞു ഇല്ല. ഒരുപാട് യാത്ര ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ തല ഒരുമാതിരി കടന്നൊരു കുത്തിപ്പോലെ ആയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ പറയാനല്ലോ, പെൺപിള്ളേർക്ക് ഓൾറെഡി അങ്ങനെ ഒരു കഴിവ് കാണല്ലോ. പിന്നെ എവിടെ പോയാലും മുടിയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ പുട്ടപ്പനാണെങ്കിൽ അവിടെ ഏക്കറുകളോളം സ്ഥലങ്ങളുള്ള കാരണം എൻ്റെ മോനെ ഞങ്ങളവിടെ അയച്ചു വിട്ടു കേട്ടോ. വളരെ നേരത്തെ തന്നെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായത്. അതുകൊണ്ട് ഇനി ഇരുട്ടായാലും നമുക്ക് ലൈറ്റ് ഷോ കാണാൻ പറ്റുള്ളൂ. ഏകദേശം 7 മണിയോളം ആവണം നമ്മൾ ആ ഷോ കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ കുറേ നേരം വെയിറ്റ്. ഞങ്ങൾ നേരത്തെ തന്നെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പുട്ടപ്പൂനെ അവിടെ അഴിച്ചു വിട്ടു. അവൻ എന്തെല്ലാത്ത സന്തോഷമായിരുന്നു. ഒരുപാട് സ്ഥലവും കണ്ടു, പുതിയൊരു നാട്, അങ്ങനെ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. കുറേ നേരം അങ്ങനെയൊക്കെ നടക്കണ്ടായിട്ട് നിങ്ങൾ കാണണം. ആ ചെറുക്കനെ കളിക്കാനായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് എൻ്റെ ചെരുപ്പാണ് എടുത്തുകൊണ്ട് പോയിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ചെരുപ്പുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. എല്ലാ ചെരുപ്പ് എടുത്ത് വീട്ടിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളോട് ഇരിപ്പായിട്ടോ. എന്ത് കഥ കാണാനാണ് അവ അവിടെ പോയിരിക്കണേ എനിക്കറിഞ്ഞൂടാ. പിന്നെ അതേ പുല്ല് പറിക്കാനൊക്കെ ആരും പുല്ലിന് പുറത്തുനിന്ന് ആളെ വിളിക്കണ്ട. താണ്ടടാ അധികം അവന് കൂട്ടുകാരനായി. അവനവിടെയും കമ്പനി. അവന് എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വന്നോളും. പിന്നെ എല്ലാവരുമായിട്ട് അവന് ഇഷ്ടം. അവൻ കമ്പനി വേഗം. അതായിരുന്നു. ആ കൊച്ചിനാണെങ്കിൽ ഇവനെ കണ്ടപ്പോൾ വലിയ സന്തോഷം. അവനാണെങ്കിൽ കൊച്ചനിയനെ കണ്ടപ്പോൾ മതിയായിരുന്നു. നമ്മൾ പുട്ടുവിനെ കണ്ടപ്പോൾ അവൻ്റെ തമ്പിയാന്നൊക്കെ പറഞ്ഞ് കണ്ടു. പിന്നെ ആണെങ്കിലോ 2 പേരും പിന്നെ പുല്ല് പറിക്കാൻ ഇവർ 2 പേരും നിർത്തിയാൽ മതിയായിരുന്നു എനിക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോനും ഒട്ടും മോശമല്ലായിരുന്നു. പിന്നെ ഇവർ 2 പേര് ഒരാൾ കിട്ടിയ സന്തോഷത്തിൽ ആ ഉണ്ണിയും ഒരാൾ തന്നെയായിരുന്നു. എൻ്റെ പുട്ടും ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ ഇവർക്ക് 2 പേർക്കും കണ്ടപ്പോൾ എന്തില്ലാന്നുണ്ടാത്ത സന്തോഷം തന്നെയായിരുന്നു. അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പുട്ട് വീണ്ടും ഒറ്റയ്ക്കായി. പിന്നെ അവിടെ ഉണ്ടായ പൂക്കളൊക്കെ പറിക്കാനായിരുന്നു കേട്ടോ. അവർ നട്ടു വളർത്തിയ പൂക്കളൊക്കെ പറിക്കാൻ പോയാൽ അവരെന്നെ തലമണ്ടടിച്ച് പൊളിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ പിടിച്ച് വലിക്കാൻ വേണ്ടി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. പയ്യെ ഇരുട്ടായി തുടങ്ങി കേട്ടോ. നേരം വൈകി തുടങ്ങി. നമ്മുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈറ്റ് ഷോയുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹായ് ഹായ് എന്ന് പറ. ഹായ് യൂട്യൂബിലിട്ട് തല കൊണ്ടടിച്ചോട്ടെ.
ഈ ബാംഗ്ലൂർ അടുത്തത് നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഉണ്ടല്ലോ അച്ഛൻ്റെയും മോൻ്റെ ലീലാവിലാസങ്ങളാണ്. അവരുണ്ടായിട്ട് ഗാനമേളയാണ് നിങ്ങളെ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഉണ്ടടാ അവിടെ ആ ശിവൻ്റെ അവിടെ കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. സമയം അടുക്കും തോറും അവർ പാട്ടൊക്കെ വെച്ച് നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഡാൻസ് തുടങ്ങി പിന്നെ നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേരമായിട്ട് കാത്തിരുന്ന സമയം അടുത്ത് കഴിഞ്ഞ് ഇതാണ്ടേ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ ಸುಂದರತರ ಪಿನಾಕಧರ ಹರ ಸುಂದರತರ ಪಿನಾಕಧರ ಹರ ಗಂಗಾಧರ ಗಜಾಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ ಕೊರಳಲಿ ಭಸ್ಮ ರುದ್ರಾಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ ಕೊರಳಲಿ ಭಸ್ಮ ರುದ್ರಾಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀನೇ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ. ഗൈസ് നമ്മൾ പരിപാടി അങ്ങനെ തിരിച്ചു ഒരുപാട് നേരമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വയറ് വീണ്ടും അർത്ഥനാമങ്ങൾ മുഴങ്ങി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ടാവാമെന്ന് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്താ കഴിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. അവിടെ എന്താ നല്ലതുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന സാധനം തന്നെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചിട്ടോ. വലിയ റിസ്ക് എടുക്കാൻ നിന്നില്ല. പുട്ടു കഴിക്കുന്നത് പോലെ തന്നെ അവനും കഴിക്കാൻ പറ്റുന്നത് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചത്. അവനും അത് ഒരുപാട് ഇഷ്ടമായി, അവനും കൊടുത്തു. പിന്നെയാണെങ്കിലും നമ്മുടെ പിള്ളേരുകളെല്ലാം കുറച്ച് പേര് കോയമ്പത്തൂരുണ്ട്. എന്നാൽ പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവരെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവരെയും കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ പിന്നെ വണ്ടി തിരിച്ചത്. വേഗം തന്നെ തിരിച്ച് വീട്ടിലെത്തുന്നതുകൊണ്ട് ഒരുപാട് സമയം ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ചായിരുന്നു. പോയ വഴിക്ക് ശരിക്കും മഴയത്തും പെട്ടുട്ടോ. കേരളത്തിൽ കടന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ മഴ വന്നു തുടങ്ങിയത്. തമിഴ്നാട്ടിൽ മഴയുടെ അമർഷങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയി നൈറ്റ് റൈഡ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള റൈഡ് തന്നെയായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുള്ള ദിവസം. ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്. ബൈ.